വെൽക്കം ടു ഫുട്ബോൾ ആൽക്കെമിസ്റ്റ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് FA കപ്പ് ഫൈനലിനെ കുറിച്ചാണ്. FA കപ്പ് ഫൈനലിലേക്ക് വരുന്ന സമയത്ത് ഒരു ഹൊറണ്ടസ് പ്രീമിയർ ലീഗ് സീസണിന് ശേഷം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫൈനലിലേക്ക് നീങ്ങുന്നു, വെംബ്ലിയിലേക്ക് വരുന്നു. അതുപോലെ തുടർച്ചയായി 4 വർഷം പ്രീമിയർ ലീഗ് അടിച്ച ശേഷം സിറ്റി FA കപ്പ് ഫൈനൽ കളിക്കാൻ വെംബ്ലിയിലേക്ക് വരുന്നു. പെപ്പിൻ്റെ സിറ്റി, ടെൻ ഹാഗിൻ്റെ യുണൈറ്റഡ്. അപ്പോൾ രണ്ട് ടീമും തമ്മിൽ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ഫൈനൽ. പക്ഷേ ക്ലിയർ ഫേവറേറ്റ്സ് എന്ന് പറഞ്ഞാൽ അത് സിറ്റി ആയിരുന്നു. കാരണം സിറ്റി പ്രീമിയർ ലീഗ് അടിച്ചു നിൽക്കുന്ന സിറ്റുവേഷനാണ്. പിന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെതിരെ വരുമ്പം സിറ്റിക്ക് ഒരു പ്രത്യേക ഫോമാണ്, എസ്പെഷ്യലി ഹാലൻഡിനൊക്കെ. അപ്പോൾ അങ്ങനെ സിറ്റിക്ക് ഭയങ്കര പ്രതീക്ഷ ഉണ്ടായിരുന്നൊരു ഫൈനൽ, സിറ്റി അടിക്കുമെന്ന് എല്ലാവരും കൂളായിട്ട് പറഞ്ഞൊരു ഫൈനൽ. പക്ഷേ നെവർ റൈറ്റ് ഓഫ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. അതൊരിക്കൽ കൂടി അവർ വെംബ്ലിയിൽ കാണിച്ചു തന്നിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ യുണൈറ്റഡിൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനൊരു പെർഫോമൻസ് കാണാൻ പറ്റിയതിൽ പേഴ്സണലി ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഫസ്റ്റ് ഹാഫിൽ അവരുടെ പ്രസ്സിംഗ് ഒക്കെ സൂപ്പറായിരുന്നു. ഒരു 4-1 ഡിഫെൻഡ് ചെയ്താണെങ്കിലും അതുപോലെ തന്നെ ഈ 11 പ്ലെയേഴ്സും ഡിഫെൻസീവ്ലി ഭയങ്കരമായി കമ്മിറ്റ് ചെയ്തിട്ടാണ് കളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ റാഷ്ഫോർഡും ഗർണാച്ചും ബ്രൂണോ ഫെർണാണ്ടസും അമ്രാബത്തും കോബി മൈനുവും എല്ലാവരും, മാക്ടോമിനായും എല്ലാവരും ഡിഫെൻസീവിൽ ഭയങ്കര കമ്മിറ്റഡായിട്ടാണ് കളിച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ റിസൾട്ടാണ് അവരുടെ വിജയം എന്ന് പറയുന്നത്. അപ്പോൾ ഓൺ പേപ്പർ നോക്കുന്ന സമയത്ത് ലിസാൻഡ്രോ മാർട്ടിനസ് ഉണ്ട്, വരാനുണ്ട്, അതുപോലെ ഗോൾ കീപ്പറായിട്ട് ഒനാനയുണ്ട്, പിന്നെ വാൻ ബിസാക്കി ഉണ്ട്, അതുപോലെ ഡാലോ ഉണ്ട്, പിന്നെ മിഡ്ഫീൽഡിൽ കോബി മൈനും അമ്രാബത്തും ഉണ്ട്. അവിടെ ബ്രൂണോനെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതുപോലെ ഓൺ പേപ്പർ എനിക്ക് തോന്നുന്നു സ്ട്രൈക്കറായിട്ട് മാക്ടോമിനെ ഉണ്ടായിരുന്നത്. പക്ഷേ സ്ട്രൈക്കർ റോളിലേക്കൊക്കെ ഇടയ്ക്കാണ് അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നത്. അവിടെ കൃത്യമായിട്ടുള്ളൊരു റൊട്ടേഷൻ നടക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ രണ്ടാമത്തെ ഗോളിന് അവിടെ കൃത്യമായിട്ട് സ്ട്രൈക്കിംഗ് പൊസിഷനിലേക്ക് വന്നത് കോബി മൈനു ആണ്. അത് അവരുടെ പാർട്ട് ഓഫ് പ്ലാനിങ് ആണ്. അവിടെ കോബി മൈനുവിൻ്റെ ആ ഒരു സംഗതികളെക്കുറിച്ച് ഞാൻ എന്തായാലും പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ നോക്കുന്ന സമയത്ത് ഫസ്റ്റ് മിനിറ്റ് മുതൽ ഭയങ്കര രസമുള്ള പ്രസ്സിംഗ് ആണ് യുണൈറ്റഡ് നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ സിറ്റി സിറ്റി ലെഫ്റ്റ് വിങ്ങിലേക്ക് പോകുന്ന സമയത്ത് അവിടെ ഒരു 3 vs 4 സിറ്റുവേഷൻ പലപ്പോഴും യുണൈറ്റഡ് ഉണ്ടാക്കുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ റൈറ്റിൽ നിന്നൊന്നും പെട്ടെന്നൊരു സ്വിച്ച് ചെയ്യാൻ അവരനുവദിക്കുന്നുണ്ടായിരുന്നില്ല. കൃത്യമായിട്ട് ആ ഓപ്ഷൻസൊക്കെ അവരിങ്ങനെ ക്ലോസ് ഡൗൺ ചെയ്യുന്നുണ്ടായിരുന്നു. ഭയങ്കര പ്രോപ്പറായിട്ടുള്ള, ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള, മെച്യൂർഡ് ആയിട്ടുള്ള ഡിഫൻസ്. അപ്പം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എല്ലാ ക്രെഡിറ്റും ഡിസർവ് ചെയ്യുന്നുണ്ട് ഈ ഒരു വിജയം നേടിയെടുത്തതിൽ. ആ ഫസ്റ്റ് ഗോളിനെ കുറിച്ച് നമുക്ക് സംസാരിക്കേണ്ടതായിട്ടുണ്ട്. ഫസ്റ്റ് ഗോൾ എങ്ങനെയാണ് വരുന്നത്? ഫസ്റ്റ് ഗോൾ ശരിക്കും ഡാലോൻ്റെ ഒരു ലോങ് ബോള്, അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ എററാണ്. അതായത് ഒർട്ടേഗയും നമ്മുടെ ഗോർഡിയോളും തമ്മിൽ. ശരിക്കും അവിടെ ഒർട്ടേഗ ഒന്നുകൂടെ വെയിറ്റ് ചെയ്തിട്ട് ബോക്സിൽ സ്റ്റേ ചെയ്യാറുണ്ടെങ്കിൽ ഗോർഡിയോളിന് അത് ഹെഡ് ചെയ്ത് കൊടുക്കായിരുന്നു. പക്ഷേ രണ്ടുപേരും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ഫ്ലോപ്പായി പോയി. ഇനിയിപ്പോൾ ഒർട്ടേഗ ബാക്കിൽ സ്റ്റേ ചെയ്യുക, അല്ലെങ്കിൽ മുന്നിലേക്ക് ഒർട്ടേഗ വരുമ്പം ഒർട്ടേഗക്ക് ആ പന്ത് ഹെഡ് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ ഗോർഡിയോൾ ഒരുക്കി കൊടുക്കണമായിരുന്നു. രണ്ടും നടന്നില്ല. അങ്ങനെ അത് ഗർണാച്ചോ സൂപ്പറായിട്ട് ഗോൾ സ്കോർ ചെയ്തു. ഗർണാച്ചോ ഇന്നലെ ഒഫൻസീവ്ലി അത്യാവശ്യം നല്ല രീതിക്ക് പെർഫോം ചെയ്യുന്നുണ്ട്. നല്ല പണി സിറ്റിൻ്റെ ഡിഫൻസിന് കൊടുത്തിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ ഗോളിലേക്ക് വരുന്ന സമയത്ത് റാഷ്ഫോർഡിൻ്റെ ഒരു കിടിലൻ പാസ്സാണ് ഗർണാച്ചോയിലേക്ക് പോകുന്നത്. ഗർണാച്ചോ ആ ബോൾ എടുക്കുന്നു, കൂളായിട്ടത് ബ്രൂണോ ഫെർണാണ്ടസിലേക്ക് എത്തിക്കുന്നു. ഫെർണാണ്ടസിൻ്റെ കിടിലൻ അസിസ്റ്റായിരുന്നു അത്. സൂപ്പർ അസിസ്റ്റാണ് ഫെർണാണ്ടസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു ബോൾ പോണത് ആരിലേക്കാണ്? കോബി മൈനു എന്ന ടീനേജ് പയ്യനിലേക്കാണ്. അദ്ദേഹം ആ ബോൾ എടുക്കുന്നു, ഒന്ന് തട്ടുന്നു, പോസ്റ്റിലേക്ക് തിരിച്ചു വിടുന്നു. എന്തൊരു കൂളായിട്ട്. അവിടെ ഒരു പെർസെൻറ്റേജ് പോലും ആൾ പാനിക്കായിട്ടില്ല. ഞാൻ വീണ്ടും പറയുകയാണ്, ഒരു പെർസെൻറ്റേജ് പോലും ആൾ പാനിക്കായിട്ടില്ല. അതാണ് ഈ ഒരു പ്ലെയറെ വ്യത്യസ്തനാക്കുന്നത്. ഭയങ്കര മെച്യൂരിറ്റിയാണ്, ഭയങ്കര കൂളാണ്, എവിടെയും പാനിക്കാവുന്നില്ല. അത് കോബി മൈനുവിനോട് ഒരു പ്രത്യേക ഇഷ്ടം നമുക്ക് എപ്പോഴും തോന്നിക്കുന്നുണ്ടെന്നുള്ളത് ഒരു സത്യമാണ്. അങ്ങനെ 2 ഗോൾ ഫസ്റ്റ് ഹാഫ് തന്നെ യുണൈറ്റഡ് അടിച്ചിട്ട് വല്ലാത്തൊരു മാനസികാധിപത്യം നേടിയെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മാച്ചിലേക്ക് ടോട്ടലി നോക്കുന്ന സമയത്ത് യുണൈറ്റഡ് നല്ല രീതിക്ക് പെർഫോം ചെയ്യുന്നുണ്ട് ഫസ്റ്റ് ഹാഫിൽ. ഫസ്റ്റ് ഹാഫിനെ കുറിച്ച് പറയാം. യുണൈറ്റഡ് സൂപ്പറായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. സ്റ്റാറ്റ് വൈസ് ആകെ സിറ്റി മുന്നേ നിന്നുണ്ടായിരുന്നത് ഓൺ പൊസഷൻ മാത്രമാണ്. പക്ഷേ ആ പൊസഷൻ കൊണ്ട് കാര്യമായിട്ടുള്ള ഇമ്പാക്റ്റ് ഒന്നും കൊണ്ടുവരാൻ സിറ്റിക്ക് കഴിഞ്ഞിട്ടില്ല, ആർക്കും കഴിഞ്ഞിട്ടില്ല. ഓക്കെ, അതുപോലെ ഫസ്റ്റ് ഹാഫിൽ റാഷ്ഫോർഡിൻ്റെ ഒരു ഗോൾ വരുന്നുണ്ട്, അത് ഓഫ് സൈഡായി മാറുന്നുണ്ട്. പക്ഷേ നല്ല രസമുള്ള ഒരു മുന്നേറ്റമായിരുന്നു അത്. പിന്നെ നമ്മൾ സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് സിറ്റി കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അതായത് ജെറമി ഡോക്കുനെ അവർ ഗ്രൗണ്ടിലേക്ക് കൊണ്ടുവരുന്നു. അത് കാര്യമായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി. അവരുടെ ലെഫ്റ്റ് സൈഡ് ഒന്നുകൂടി ഉണർന്ന് കളിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റി. പിന്നെ ഡിബ്രൂയിന് പരിക്ക് പറ്റിയ ശേഷം അൽവാരസ് ഗ്രൗണ്ടിലേക്ക് എത്തി. അൽവാരസ് നല്ല രീതിക്ക് പെർഫോം ചെയ്തു. അപ്പോൾ ടോട്ടലി സിറ്റിൻ്റെ അടുത്തുനിന്ന് ഒരു ഉണർവ് നമുക്ക് കാണാൻ കഴിഞ്ഞു. അതായത്
ഫസ്റ്റ് ഹാഫിൽ കംപ്ലീറ്റ്ലി എറിക് ടെൻ ഹാഗും മാഞ്ചസ്റ്റർ യുണൈറ്റഡും പൂട്ടിക്കളഞ്ഞ് സൈലൻ്റ് ആക്കി കളഞ്ഞ സിറ്റി കുറച്ചൊന്ന് ഉണർന്ന് പ്രവർത്തിക്കുന്നതായിട്ട് കാണാൻ പറ്റി. പിന്നെ അവിടെ നമ്മൾ 2 ഷോട്ടൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കെയിൽ വാക്കർ അടുത്തുനിന്ന്. പക്ഷേ അത് ഒനാന നല്ല ഗംഭീരമായിട്ട് തന്നെ സേവ് ചെയ്യുന്നുണ്ട്. ഒനാന 2 സേവൊക്കെ നടത്തി. പക്ഷെ പിന്നീട് അവിടുന്ന് ഒരു ഗോള് കൺസീഡ് ചെയ്യേണ്ടതായിട്ട് വന്നു, നമ്മുടെ ജെറമി ഡോക്കുവിൻ്റെ ഗോള്. അപ്പോൾ ജെറമി ഡോക്കുവിൻ്റെ ഗോള് കൺസീഡ് ചെയ്തു. അപ്പം നമ്മൾ പൊതുവെ യുണൈറ്റഡിനെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് 2 ഗോളിന് ലീഡ് എടുത്തു, 1 ഗോൾ കൺസീഡ് ചെയ്തു, അതും സിറ്റിക്ക് എത്തില്ല. അപ്പം മെൻ്റലി അവർ ഭയങ്കര ഡൗൺ ആവുമെന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷേ അവർ ഒരു ചാമ്പ്യൻ മെൻറ്റാലിറ്റി പോലെ ആ ഒരു എന്താ പറയുക വിജയിക്കാൻ കഴിയും. അവർ എന്തായിരുന്നോ ആ 1 ഗോൾ വീഴുന്നതിന് മുമ്പുള്ള അവരുടെ ഒരു മെൻ്റൽ സ്റ്റേറ്റ്, ആ മെൻ്റൽ സ്റ്റേറ്റ് തന്നെ തുടർന്ന് പോകാൻ വേണ്ടി അവർ കഴിഞ്ഞു. അവർ ഒട്ടും ഡൗൺ ആയില്ല, മൊമെൻറ്റം കീപ്പ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു. അതിന് നമ്മൾ യുണൈറ്റഡ് പ്ലെയേഴ്സിന് ക്രെഡിറ്റ് കൊടുക്കുക തന്നെ വേണം, എറിക് ടെൻ ഹാഗിനും ക്രെഡിറ്റ് കൊടുക്കുക തന്നെ വേണം. ഭയങ്കര ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ഡിഫെൻസീവ് വർക്ക്. യുണൈറ്റഡ് ഭയങ്കര ടാക്റ്റിക്കൽ മാസ്റ്റർ ക്ലാസ് കാഴ്ചവെച്ചു എന്നല്ല, ഭയങ്കര ഡിസിപ്ലിൻഡ് ആയിട്ട് ഭയങ്കര പക്കായിട്ട് ഡിഫെൻഡ് ചെയ്തു. ഇപ്പോൾ അമ്രാബത്ത് കാഴ്ചവെച്ച വർക്ക്, കൊബി മൈനു കാഴ്ചവെച്ച വർക്ക്, ലിസാൻഡ്രോ മാർട്ടിനസ്, വരാനെ, പിസാക്ക, അതുപോലെ ടാലോ, പിന്നെ ബ്രൂണോ ഫെർണാണ്ടസ്, റാഷ്ഫോർഡ്, ഗർണാച്ചോ, എല്ലാവരും ഭയങ്കര നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. മെക്ടോമിനായി, ഇപ്പോൾ മെക്ടോമിനായി മിഡ്ഫീൽഡിൽ ടോട്ടലി സിറ്റിക്ക് നല്ല പണി കൊടുക്കുന്നുണ്ട്. കാരണം മെക്ടോമിനായി നമുക്കറിയാം ഭയങ്കര ഹൈറ്റുള്ള മനുഷ്യനാണ്, ഭയങ്കര ഫിസിക്കുള്ള മനുഷ്യനാണ്. സോ ഈ മെക്ടോമിനായിൻ്റെ അടുത്ത് ബോൾ വിൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഷ്ടപ്പാടുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ സിറ്റി കാര്യമായിട്ട് തന്നെ ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ സിറ്റി ടോട്ടലി സൈലൻ്റ് ആയിരുന്നു, റോഡ്രി സൈലൻ്റ് ആയിരുന്നു, അതുപോലെ ഡിബ്രൂയിന് സൈലൻ്റ് ആയിരുന്നു, ഫോഡനെ സൈലൻ്റ് ആക്കി നിർത്താൻ വേണ്ടി പറ്റി. കുറച്ചെങ്കിലും വയലൻ്റ് ആയിട്ട് അവിടെ കളിച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ എന്താ പറയുക ജെറേമി ഡോക്കും ജൂലിയൻ അൽവാരസ് 2 സബ്സ്റ്റിറ്റ്യൂട്ടുകൾ മാത്രമാണ്. സോ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വിക്ടറിയാണ് യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ ഞാൻ പറഞ്ഞല്ലോ ഒരു ഹൊറണ്ടസ് പ്രീമിയർ ലീഗ് സീസണിന് ശേഷമാണ് അവർ FA കപ്പ് ഫൈനലിലേക്ക് വരുന്നത്. പ്രീമിയർ ലീഗ് ചാമ്പ്യൻസാണ് ഓപ്പോസിറ്റ് നിൽക്കുന്നത്, സിറ്റി റൈവൽസാണ്. അവരെ 2-1 തോൽപ്പിച്ചുകൊണ്ട് ഒരു കിരീടമടിക്കുക, അത് ഭയങ്കര വലിയ കാര്യം തന്നെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. യുണൈറ്റഡ് ഫാൻസൊക്കെ ഭയങ്കര ഹാപ്പിയാണെന്ന് അറിയാം. ചിലർ പറയുന്നത് ഹൈലൈറ്റ്സ് വീണ്ടും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ട്രോഫി അത്രയും വിലപ്പെട്ടതാണ്, അതിൻ്റെ വാല്യൂ അത്രയും വലുതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് എറിക് ടെൻ ഹാഗ് ടീമിൽ നിന്ന് പടിയിറങ്ങുമെന്നാണ് കേൾക്കുന്നത്. അപ്പം അതിനു മുമ്പ് ഒരു ട്രോഫി കൂടി അടിക്കാൻ അവർക്ക് കഴിഞ്ഞു, ടെൻ ഹാഗ് എറയിലെ 2ാമത്തെ ട്രോഫി. അങ്ങനെ ട്രോഫി വരൾച്ചയിൽ നിന്നൊരു സിറ്റുവേഷനിൽ നിന്ന് തൻ്റെ 2 വർഷത്തിൽ 2 ട്രോഫി അടുപ്പിക്കാൻ എറിക് ടെൻ ഹാഗിന് കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ എല്ലാ നെഗറ്റീവ് പോയിൻറ്റ്സ് പറയുന്ന സമയത്തും ഈ 2 പ്രധാനപ്പെട്ട ട്രോഫിയെക്കുറിച്ചും നമുക്ക് സംസാരിക്കേണ്ടതായിട്ടുണ്ട്. പ്രധാനപ്പെട്ട ട്രോഫി എന്ന് പറഞ്ഞാൽ ഇത് ചാമ്പ്യൻസ് ലീഗോ യൂറോപ്പ ലീഗോ അതൊന്നുമല്ല, പക്ഷേ യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം ഇത് പ്രധാനമാണ്. അവരുടെ ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. നമുക്ക് ചെറിയ ട്രോഫി എന്നാണ്, ഇപ്പോൾ കർബാവോ കപ്പ് അടിച്ചാൽ നമുക്ക് വേണമെങ്കിൽ മിക്കി മൗസ് ട്രോഫി എന്ന് പറയാം, FA കപ്പ് അടിച്ചാൽ വേണമെങ്കിൽ ഇത് പ്രീമിയർ ലീഗൊന്നും അല്ലല്ലോ എന്ന് പറയാം. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വാല്യൂ ഭയങ്കര വലുത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ് ജസ്റ്റ് പറയാൻ വേണ്ടി ഉദ്ദേശിച്ച മാച്ചിനെ കുറിച്ച്. അപ്പോൾ യുണൈറ്റഡ് ഭയങ്കരമായിട്ടുള്ള ക്രെഡിറ്റ് അർഹിക്കുന്നുണ്ട് സിറ്റിയെ സ്റ്റോപ്പ് ചെയ്തതിൽ, ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ആ ഒരു ഡിഫെൻസീവ് വർക്കിൽ, കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ പ്രോപ്പറായിട്ട് അറ്റാക്ക് കൊണ്ടുവന്നതിൽ ഒരു ന്യൂമറിക്കൽ അഡ്വാൻറ്റേജ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ യുണൈറ്റഡ് നല്ല രീതിക്ക് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് ഹാഫിലൊക്കെ പ്രോപ്പറായിട്ടുള്ള ഒരു സിറ്റി ബിൽഡപ്പ് പോലും നടത്താൻ അവർ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ബോക്സിൽ നിന്ന് പോലും സിറ്റിൻ്റെ പ്ലേയേഴ്സിനെ പാനിക്കാക്കാൻ യുണൈറ്റഡിൻ്റെ പ്ലേയേഴ്സിന് കഴിഞ്ഞിട്ടുണ്ട്. അതിനവർ ക്രെഡിറ്റ് അർഹിക്കുന്നുണ്ട്. സോ അതാണ് പറയാനുള്ളത്. കൺഗ്രാറ്റ്സ് ഫോർ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഈ ഒരു ട്രോഫി അടിച്ചതിൽ. വെൽ ഡിസർവിങ് ആയിട്ടുള്ളൊരു വിക്ടറിയനാണ് അവരുടെ മാച്ചിലെ പെർഫോമൻസിനെ വെച്ച് നോക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് കാര്യങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയാം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.